Watch India's largest kids library only on Jio Hotstar. Download the app now. പ്ലീസ് എന്നെ കുത്തല്ലേ. എന്താ പറ്റിയ മോട്ടു? ഈ രാവിലെ എന്തിനാ എങ്ങനെ കിടന്ന് കാറുന്നത്? എന്റെ മോട്ടു, നീ എന്താ മൂക്കില് ടൊമാറ്റോ വെച്ചിരിക്കുന്നേ? ടൊമാറ്റോ അല്ല, ഇതെന്റെ മൂക്കാണ്. ഒരു തേനീച്ച വന്ന് കുത്തിയിട്ട് എന്റെ മൂക്കി പരുവത്തിലായതാണ്. അത് കണ്ടില്ലേ, നമ്മുടെ ഉത്തരത്തില് തേനീച്ച എത്ര വലിയ കൂടാ കെട്ടിയിരിക്കുന്നതെന്ന് നോക്കൂ. ഒരു രാത്രി കൊണ്ട് ഇത്രയും വലിയ തേൻകൂട് എങ്ങനെ കെട്ടിയത്? നമ്മൾ ഇത് എങ്ങനെയെങ്കിലും ഒഴിവാക്കിയേ പറ്റൂ, അല്ലെങ്കിൽ ദിവസവും കുത്തു വാങ്ങേണ്ടി വരും. ഒരു ഐഡിയ പറ മോട്ടു. ഇവർ രണ്ടുപേരും നമ്മളെ കണ്ടു കഴിഞ്ഞു. ഇവരുടെ വീട്ടിലുള്ള നമ്മുടെ വീട് തകർക്കാൻ ഇവർ തീർച്ചയായും ശ്രമിക്കും. വേഗം പോകൂ, നമുക്കിത് റാണിയോട് പറയാം. എല്ലാരും ശ്രദ്ധിക്കൂ, ഒരുപാട് നാളുകൾക്ക് ശേഷം നമുക്ക് നല്ലൊരു സ്ഥലം കിട്ടിയിരിക്കുകയാണ് താമസിക്കാൻ വേണ്ടി. ഇവിടെ വെയിൽ, കാറ്റ്, മഴ എന്നിവ കൊണ്ടൊന്നും ഒരു ഉപദ്രവവും നമുക്കുണ്ടാവില്ല. ഈ വീട്ടിൽ രണ്ടുപേരുണ്ടല്ലോ, അവർ ഏതെങ്കിലും വിധത്തിൽ നമ്മളെ ഉപദ്രവിക്കാൻ വന്നാൽ അത് എതിർക്കാൻ നമ്മൾ എപ്പോഴും തയ്യാറായിരിക്കണം. ശരി റാണി, ഞങ്ങൾ എപ്പോഴും തയ്യാറായിരിക്കും. മോട്ടു, ഇതിനെ ഇവിടുന്ന് പറഞ്ഞയക്കാൻ നമ്മൾ എന്തെങ്കിലും ഒരു വഴി കണ്ടേ മതിയാകൂ. ചെയ്യാൻ എന്തായിരിക്കുന്നത്? ഞാൻ ഇപ്പൊ തന്നെ ഒരു വടിയുമായിട്ട് വരാം. രണ്ട് പൊട്ടിച്ചാലുണ്ടല്ലോ, എല്ലാം ജീവനും കൊണ്ട് പുറത്തേക്ക് ഓടിക്കോളും. ഹാ, വടി തിന്നു, വടി തിന്നു. ഓടിക്കോ. രക്ഷിക്കണേ, വല്ലാണ്ട് വേദനിക്കുന്നേ. ആ തേനീച്ചകൾ ഞങ്ങൾ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല. നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട മോട്ടു. ഇതാണ് പുക മെഷീൻ. ഇത് നീ കൊണ്ടുപോയി വീടിനകത്ത് മൊത്തം പുകയടിക്കുക, പിന്നെ തേനീച്ചയുടെ ശല്യം ഉണ്ടാകത്തില്ല. മാസ് ബീസ്, എല്ലാരും റെഡിയാകൂ. നന്നായി ശ്രദ്ധിക്കൂ. ഇവർ രണ്ടുപേരും അടുത്തേക്ക് വന്നാൽ അവരെ അപ്പോൾ തന്നെ ആക്രമിച്ചേക്കണം. അറ്റാക്ക് തുടങ്ങി. വലിയേട്ടാ, ആ തേനീച്ചകൾ ഞങ്ങളെ കുത്തി ഞങ്ങൾ ഇനി ഒരു തേനീച്ചയായി മാറുമോ? മോട്ടു പത്ലു, എന്റെ 20 കൊല്ലത്തെ അനുഭവം നിങ്ങൾ ഉപയോഗിച്ചോളൂന്നേ. ഈ കമ്പിളി ഉടുത്തോണ്ട് നിങ്ങൾ അവരെ ചെന്നൊരു പാഠം പഠിപ്പിക്കണട്ടാ. ഐഡിയ നന്നായിട്ടുണ്ട്. കമ്പിളിയെ പുതച്ചാണ് വന്നിരിക്കുന്നത്. അവരെ നമ്മൾ ഒരിക്കലും വെറുതെ വിടരുത്.
പത്തലു ഇനിയിപ്പോ എന്താ ചെയ്യാ? താഴോട്ട് പോകുന്നില്ലല്ലോ. മോട്ടു, അവറ്റകളെ ഓടിക്കാൻ നമ്മൾ താഴെ പോയേ മതിയാകൂ. ഇങ്ങനെ തേനീച്ചകളുടെ കുത്തുകൊള്ളുന്ന ഭയങ്കര പ്രയാസമുള്ള കാര്യമാണ്. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? നീ ആലോചിക്കൂ. എനിക്ക് ഒരു ഐഡിയ കൂടെ വരുന്നുണ്ട്. നമ്മുടെ വീടിന്റെ റൂഫ് എടുത്തുകൊണ്ട് പോയി എവിടെങ്കിലും ദൂരെ കൊണ്ടുപോയി ഇട്ടിട്ട് വന്നേക്കാന്നേ. ഓയ് പത്തിലു ചങ്കേ, ഈ ഐഡിയ ഉണ്ടല്ലോ, അടിപൊളി ഐഡിയ കേട്ടോ. റൂഫ് ഇല്ലെങ്കിൽ പിന്നെ തേനീച്ചക്കൂടും ഉണ്ടാകത്തില്ലല്ലോ. വാന്നേ, നമുക്ക് എന്റെ കാറും എടുത്തോണ്ടങ്ങ് പോകാന്നേ. നമ്മുടെ പുറകിൽ വരുന്ന ബാക്കിയുള്ള തേനീച്ചകൾക്കും കൂടി ബൈ ബൈ. നിങ്ങളൊക്കെ ഇവിടെ തന്നെ ഇരുന്നോളൂ, ഞങ്ങള് പോവുകയാണേ. റാണി, ആ മോട്ടുപുത്രി നമ്മളുടെ വീട് ഏതോ ഒരു മൈതാനത്തിൽ കൊണ്ടുവച്ചിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ എന്താ ചെയ്യാ? ഈ പ്രശ്നം ഇപ്പോൾ തലയ്ക്ക് മുകളിൽ വളർന്നിരിക്കുകയാണ്. എയ്റോപ്ലെയിൻ ബി, അവരെ ആക്രമിക്കൂ. ഇത് വീണ്ടും തിരിച്ചെത്തിയോ? പത്തലു, ഈ തേനീച്ചകൾക്കൊന്നും മനസ്സിലാവുന്നില്ല നമ്മുടെ ഈ വിഷമം. നമുക്ക് ചിങ്കം സാറിന്റെ അടുത്തേക്ക് പോകാം. ചിങ്കം സർ, ഹെൽപ്പ് ഹെൽപ്പ് പ്ലീസ്. മോട്ടു പത്ലു, നിങ്ങൾ രണ്ടാൾക്കും എന്താ പറ്റിയത്? എന്താ 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 ഉണ്ടായത്? ചിങ്കം സാറേ, ഞങ്ങളുടെ വീട്ടിൽ ക്ഷണിക്കാത്ത കുറെ അതിഥികൾ വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് അവരെ അവിടുന്ന് പറഞ്ഞയക്കാൻ കഴിയുന്നില്ല. Why fear when Chingam is here? ക്ഷണിക്കാത്ത അതിഥികളെ എനിക്കും തീരെ ഇഷ്ടമല്ല. ഞാൻ ഇപ്പൊ തന്നെ അവന്മാരെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് പുറത്താക്കിക്കോളാം. ഞാൻ ഈ കാര്യം ഞാൻ തന്നെ നോക്കിക്കോളാം. ചിങ്കം സാറേ, ആദ്യം ഒന്ന് കേൾക്ക് അവര് എത്തരക്കാരാണെന്ന്. ആരാണെങ്കിലും ശരി, നിയമത്തിന് മുന്നിൽ എല്ലാരും ഒരുപോലെയാണ്. ഒരുപോലെ ആണ്. ചിങ്കം സാറേ, The name is Chingam. Inspector Chingam. ആരാണ് എന്റെ കൂട്ടുകാരന്റെ വീട്ടിൽ അതിക്രമിച്ച് കേറിയിരിക്കുന്നത്? മര്യാദയ്ക്ക് മുന്നിൽ വന്നു. ഇൻസ്പെക്ടർ ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിൾ. അറിയാമല്ലോ, എംപോസിബിൾ. Come on, bees, ആക്രമിക്കൂ. എന്റെ അമ്മോ, ഇത് എന്ത് അതിഥിയാണ്? വേണ്ട, എന്നെ വിട്ടേക്ക്. മമ്മി, ഡാഡി, രക്ഷിക്കൂ. വേണ്ട, എന്നെ കൊത്തല്ലേ. ഞാൻ പോയിക്കോളാം. മോട്ടു പത്ലു, നിങ്ങൾ എന്തുകൊണ്ട് ആദ്യം പറഞ്ഞില്ല ഇത് എന്ത് അതിഥിയാണെന്ന്? വയ്യ, കൊത്തുകൊണ്ട് എനിക്ക് വയ്യ. സാറേ, ഞങ്ങൾ നിങ്ങളോട് പറയാൻ വന്നതാ. നിങ്ങളല്ലേ അത് കേൾക്കാതെ ഓടിയത്. നോക്കൂ തേനീച്ചകളെ, ഞങ്ങൾ നിങ്ങളെ പറഞ്ഞു വിടാൻ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി. സോറി, വെരി സോറി. ഇനി നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ വീട്ടിനകത്ത് ആരെങ്കിലും അതിക്രമിച്ച് കിടന്നാൽ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യും? അല്ല, നിങ്ങൾ എല്ലാവർക്കും എന്ത് തോന്നും? കാട്ടിനകത്ത് എത്ര മനോഹരമായ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ എന്തുകൊണ്ട് അങ്ങോട്ട് പോയി ജീവിക്കുന്നില്ല? എന്തിനാ വെറുതെ ഇങ്ങോട്ട് വന്ന് ഞങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത്?
നിങ്ങൾ കുത്തി കുത്തി കണ്ടില്ലേ ഞങ്ങളുടെ ശരീരം ആകെ മുഴച്ചിരിക്കുന്നത്. ദിസ് ഈസ് നോട്ട് ഫെയർ. ഇതൊട്ടും ശരിയല്ല. നിങ്ങൾ പറയുന്നതെല്ലാം വളരെ ശരിയാണ്. എന്നാൽ നിങ്ങൾ മുൻപ് ഇക്കാര്യം വളരെ സ്നേഹത്തോടെ പറയുകയായിരുന്നെങ്കിൽ ഞങ്ങൾ എപ്പോഴേ നിങ്ങളുടെ ഈ വീട്ടിൽ നിന്നും പോയേനെ. സ്നേഹത്തോടെ ചെയ്യാൻ കഴിയുമായിരുന്ന കാര്യങ്ങൾ ഒരിക്കലും ഭീഷണിയിലൂടെ ചെയ്യിക്കാമെന്ന് കരുതരുത്. നിങ്ങളെ ഇത്രയധികം ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഈ കൂട് വിട്ട് ഞങ്ങൾ ഇവിടെ നിന്നും പോവുകയാണ്. നിങ്ങൾ മതിയാവോളം തേൻ കുടിക്കൂ. ഞങ്ങൾ വേറെ എവിടെയെങ്കിലും വീടുണ്ടാക്കിക്കോളാം. താങ്ക് യു തേനീച്ച റാണി. വേഗം പോയിക്കോളൂ. Watch India's largest kids library only on Geo Hotstar. Download the app now.